ഒക്കെ വലിയവനാണ് ദൈവം എന്ന് നിനക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വേണമായിരുന്നു. അതിനെ കർത്താവ് പറയണത് സഹായകനെന്ന്. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എന്താ കാര്യം എന്നറിയാവോ? ഈ സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് കുർബാനക്ക് വരും, പക്ഷെ ആരെങ്കിലും വിളിച്ചാൽ മൊബൈൽ വന്നാൽ റിങ് അടിച്ചാൽ അപ്പത്തെ ചാടി പുറത്ത് വീഴും. എന്താ കാര്യം? അത് നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ വിളിക്കുന്ന കമ്പനിയെക്കാളും ഇൻ്റർവ്യൂവിനേക്കാളും റിസൾട്ടിനേക്കാളും വലിയവൻ്റെ മുമ്പിലാണ് നീ നിൽക്കണതെന്ന് നിനക്ക് പറഞ്ഞു തന്ന് സഹായിക്കാൻ ആരുമില്ല. അതായത് നീ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനായത് കൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? സങ്കടപ്പെട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് മുട്ട എന്ന് മനസ്താപം പറഞ്ഞു ചെല്ലണം. നീ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നീ കാര്യം മനസ്സിലാക്കിയ കർത്താവെ അറിയാതെ പെട്ടെന്നുള്ള ധൃതിക്ക് ചെയ്തു പോയതാണ് ഈശോയെ, എൻ്റെ ദൈവം ഏറ്റവും നല്ലവനും എല്ലാത്തിനും പ്രിയ സ്നേഹിക്കപ്പെടും. റെക്ടിഫൈ ചെയ്യണം, ഉടനെ റെക്ടിഫൈ ചെയ്യണം. മനസ്സാപരണം ഭയങ്കര പ്രാർത്ഥനയാണ്. ശരിക്കും പറഞ്ഞാൽ അറിയാൻ പാലാത്തവർ കൃപാസന്ധി വരുമ്പോൾ പഠിക്കും. അത് എല്ലാവരും പഠിക്കുകയെ അങ്ങനെയല്ല. ഞങ്ങളിവിടെ കുർബാന സ്വീകരിക്കണ മുമ്പ് മനസ്സാപരണം ചെല്ലും. കാര്യം എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന ഉണ്ട്, അത് നമുക്ക് ഇതിനായിട്ട് മനുഷ്യനെ എഴുതിയ പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ലതാണ് മനസ്താപരണം. എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായി. കണ്ട അവിടെ വന്നിട്ടുണ്ടല്ലേ, ഇൻ്റർവ്യൂവിനേക്കാൾ ടെസ്റ്റിനേക്കാളും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മനസ്താപം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മനസ്താപമാണൊരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ ഒരു ആസ്തിഭദ്രത. നിനക്ക് മനസ്താപം ഉണ്ടോ, നിനക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ പറ്റും. അയാൾ പ്രാർത്ഥിച്ചില്ലേ? ആരാണ്? കർത്താവെ അബദ്ധം പറ്റിപ്പോയി, എന്നാലും നിന്റെ തിരുസന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിച്ചില്ലേ ദാവീദ്? അതുപോലെ തന്നെ മനസ്താപത്തിന് പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവ തിരുസന്നിധിയിൽ എന്ത് സഹായകനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് മനസ്താപം തരേണ്ടത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്, സഹായം ഇല്ലാത്തത് കൊണ്ടാണ് ചാടിപ്പോണത്. മനസ്താപം ഇല്ലാത്തതും പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് സംഭവം. മനസ്താപം ഉണ്ടാകത്തിന് സഹായവും കിട്ടത്തില്ല. അത് ഭയങ്കര സീരിയസ്. അതുകൊണ്ട് ആത്മാവിനെ നേടാൻ നല്ലത് പശ്ചാത്താപമാണ്. അതാണ് ഞങ്ങൾ ഈ അമ്മയുടെ അടുത്തൊക്കെ ഞങ്ങൾ എപ്പോഴും മാറാൻ നിൽക്കേണ്ട കാര്യത്തിൽ എല്ലാ വിളക്കും കെട്ടാനും കെടാത്തൊരു വിളക്കാണ് അമ്മ.